بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين وبعد. التفخيم والترقيق. നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറച്ച് ഒകാരതുല്യമായ ശബ്ദത്തോടെ ഉച്ചരിക്കലാണ് തഫ്ഖീം എന്നു നാം നേരത്തെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളായ ഖാ, സാദ്, ളാദ്, ഗൈൻ, താ, ഖാഫ്, ളാ എന്നിവയെ എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഇസ്തിഅലാഇന്റെ മർത്തബകളും തഫ്ഖീമിന്റെ രൂപങ്ങളും വിശദമായി നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെയും തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ടെന്ന് നാം ലാമിന്റെ മഖ്റജും സിഫത്തുകളും പറയുന്ന സമയത്ത് ചെറുതായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു എന്നതിലെ ലാമിനു മുമ്പ് ഫത്ഹോ ദമ്മോ ആണെങ്കിൽ തഫ്ഖീമും, കസ്ർ ആണെങ്കിൽ തർഖീഖും ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കൂ. ആദ്യം തർഖീഖിന്റെ ഉദാഹരണങ്ങളാണ് ഓതുന്നത്, ശ്രദ്ധിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. في دين الله أفواجا. ذلك من آيات الله من يهد الله فهو المهتدي. അടുത്തത് ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനു മുമ്പ് ഫത്ഹോ ലമ്മോ വരുന്ന ഉദാഹരണങ്ങൾ അഥവാ തഫ്ഖീമിന്റെ ഉദാഹരണങ്ങൾ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുസ് സമദ്. إذا جاء نصر الله والفتح. نار الله الموقدة. رضي الله عنهم ورضوا عنه. ഇതുപോലെ ലാം അല്ലാഹു എന്നതിലെ ലാമിൽ തഫ്ഖീം, തർഖീഖ് എന്നീ രണ്ട് അവസ്ഥകൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ റാഇനും തഫ്ഖീം, തർഖീഖ് എന്നീ രണ്ട് സന്ദർഭങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. ഇത് റാഇന്റെ
മഖ്റജും സിഫത്തും പറയുന്ന സമയത്തും നാം ചെറുതായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. റാഇന്റെയും മുമ്പും ശേഷവുമുള്ള ഹർഫുകളുടെ അവസ്ഥകൾ പരിഗണിച്ച് 4 സന്ദർഭങ്ങളിൽ തർഖീഖും മറ്റു സന്ദർഭങ്ങളിൽ അഥവാ 5 സന്ദർഭങ്ങളുണ്ട് തഫ്ഖീമും ചെയ്യേണ്ടതാണ്. റാഇന്റെ തർഖീഖിന്റെ 4 അവസ്ഥകൾ രൂപങ്ങൾ പറയുകയാണ്. 1 الغارمين الرجال مجرها പോലെ റാഇന്റെ ഹർക്കത്ത് കസ്റോ ഇമാലത്തോ ആയിരിക്കുക. റാഇന് കസ്ർ ഉണ്ടാകുമ്പോഴും ഇമാലത്ത് നൽകപ്പെടുമ്പോഴും റാഇനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ യകാര സ്വഭാവത്തിൽ യകാരത്തോടെ ഉച്ചരിക്കുക. അത് ഒരു സ്ഥലത്ത് മാത്രമേ നമ്മുടെ ഖിറാഅത്തനുസരിച്ച് അഥവാ നാം ഓതി വരാറുള്ള ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്തനുസരിച്ച് സൂറത്ത് ഹൂദിൽ വലാ തർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം എന്ന ആയത്തിലെ മജ്റാഹ എന്ന സ്ഥലത്ത് മാത്രമാണ് ഇമാലത്ത് വന്നിട്ടുള്ളത്. മറ്റു ഖിറാഅത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇമാലത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും അത് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇമാലത്ത് ചെയ്യുന്ന സമയത്ത് തർഖീഖാണ് ചെയ്യേണ്ടത്. കസ്റുള്ള സമയത്തും റാഇന് കസ്റുള്ള സമയത്തും ഇമാലത്താണ് ചെയ്യേണ്ടത്. ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ومن شر غاسق إذا وقب فالموريات قدحا في نار جهنم خالدين فيها إن مع العسر يسرا والنهار إذا جلاها من شر ما خلق إيلافهم رحلة الشتاء والصيف بسم الله مجراها ومرساها بسم الله مجراها ومرساها أولئك
البرية والقمر إذا تلاها واضرب لهم مثلا أصحاب القرية بأكواب وأباريق وكأس من معين അപ്പോൾ ഒന്നാമത്തെ തർക്കീഖിന്റെ റാഇനെ തർക്കീഖ് ചെയ്യുന്ന ഒന്നാമത്തെ സന്ദർഭം റാഇന് കസ്റോ ഇമാലത്തോ ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇതിൽ നിന്ന് തഫ്ഖീമിന്റെ ഒരു കാരണം നമുക്ക് മനസ്സിലായി. റാഇന് ഫത്ഹോ ലമ്മോ ഉണ്ടാകുമ്പോൾ റാഇനെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്. ഉദാഹരണം റബ്ബന, ളറബ, റുസിഖന, യഅ്മുറു പോലെ. തർക്കീഖ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റാഇന്റെ എല്ലാ സിഫത്തുകളും ശ്രദ്ധിക്കണം. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ ഊനും ആണ് റാഇന്റെ മഖ്റജ്. റാഇനെ ഫത്ഹ് ചെയ്യുന്ന സമയത്തും ലമ്മ് ചെയ്യുന്ന സമയത്തും എങ്ങനെയാണോ നാം ഉച്ചരിക്കുന്നത്, ഏത് മഖ്റജിൽ നിന്നാണോ, അഥവാ റാഇന്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നു തന്നെയാണ് തർക്കീഖിന്റെ സമയത്തും ഉച്ചരിക്കേണ്ടത്. പലപ്പോഴും തർക്കീഖിന്റെ സമയത്ത് മലയാളത്തിലെ ര, രി എന്ന അക്ഷരത്തിന്റെ രി എന്ന ശബ്ദം മലയാളത്തിലെ നാവിന്റെ മുതുക് നാവിന്റെ തലയുടെ മുതുക് എന്ന് പറയുന്നത് നേരത്തെ നാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭാഗമാണ്, നേരെ തല അല്ല, ഇവിടെയും അല്ല. മുതുക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മലയാളത്തിലെ രാ ഉച്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് ഇവിടെയാണ് തട്ടാൻ സാധ്യതയുള്ളത്. നാവിന്റെ മുൻഭാഗം കഴിഞ്ഞ് മുതുകെല്ലാം കഴിഞ്ഞ് പിന്നോട്ട് വരുമ്പോഴുള്ള സ്ഥലമാകുന്നു തട്ടുക, അണ്ണാക്ക് ഊനിൽ സ്പർശിക്കുക. അതല്ല വേണ്ടത്, മുതുകാണ് തട്ടേണ്ടത്. അതുകൊണ്ട് മുതുക് തട്ടിക്കൊണ്ട് തന്നെ തർക്കീഖിന്റെ സന്ദർഭം ഉച്ചരിച്ച് ശീലമാക്കണം. 2, റാഇനെ തർക്കീഖ് ചെയ്യുന്ന രണ്ടാമത്തെ സന്ദർഭം ഫിർഔൻ പോലെ സുക്കൂനുള്ള റാഇനു മുമ്പ് കസ്ർ ഉണ്ടായിരിക്കുക. സുക്കൂനുള്ള റാഇനു മുമ്പ്, അത് വഖഫിലാണെങ്കിലും അല്ലെങ്കിലും റാഇന് സുക്കൂൻ ഉച്ചരിക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് കസ്ർ ഉണ്ടാകുമ്പോൾ തർക്കീഖാണ് ചെയ്യേണ്ടത്. ഉദാഹരണം നോക്കൂ. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. وفرعون ذي الأوتاد
يوم تبلى السرائر فبشره بمغفرة وأجر كريم. ومن نعمره ننكسه في الخلق يا أيها المدثر وربك فكبر ولربك فاصبر وقالوا مجنون وازدجر فهل من مدكر حتى زرتم المقابر إنه على رجعه لقادر. ഈ കസ്ർ ഇർജിഇ ഇലാ റബ്ബിക എന്നതിലുള്ള പോലെ ആരിദ് ആയാലും റബ്ബിർജിഊൻ പോലെ മുൻഫസിൽ ആയാലും ഇന്ന റബ്ബക ലബിൽ മിർസാദ് പോലെ റാഇന്റെ ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് ഉണ്ടായാലും തഫ്ഖീം ചെയ്യേണ്ടതാകുന്നു. അതായത് ഇർജിഇ ഇലാ റബ്ബിക എന്ന സ്ഥലത്ത് റാഇന് സുകൂനുണ്ട്. എന്നാൽ റാഇന്റെ മുമ്പുള്ള കസ്ർ അത് ആരിദായ പുതിയ ഒരു കസ്ർ സിദ്ധിച്ചതാണ്. ആ ഹംസക്ക് കസ്ർ അല്ല ഉള്ളത്. അങ്ങനെ അസ്ലിയായ കസ്ർ അല്ലാത്ത ആരിദായ കസ്ർ വന്നാലും റബ്ബിർജിഊൻ പോലെ റാഇന്റെ സുകൂന് ഒരു കലിമത്തിലും റാഇന് മുമ്പുള്ള കസ്ർ മറ്റൊരു കലിമത്തിലും രണ്ടു കലിമത്തിലായി വന്നാലും അഥവാ മുൻഫസിലായാലും ഇന്ന റബ്ബക ലബിൽ മിർസാദ് പോലെ റാഇന് സുകൂനുണ്ട്. റാഇന്റെ മുമ്പുള്ള കസ്ർ ഒരേ കലിമത്തിൽ തന്നെയാണ് കസ്ർ വന്നത്, അസ്ലിയായ കസ്റും ആണ്. എന്നാൽ അസ്ലിയ എന്നതുള്ള വിഷയമല്ല, കസ്റാണ് അസ്ലിയായ കസ്റാകുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനുശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് വന്നത് കൊണ്ട് റാഇനെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്. അപ്പോ ഈ മൂന്ന് രൂപം അതിനെ രണ്ടായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. കസ്ർ പുതുതാകലും മുൻഫസിലാകലും തഫ്ഖീമിന്റെ ഒരു കാരണമായും സുക്കൂനുള്ള റാഇന് മുമ്പ് കസ്ർ ആയിരുന്നാൽ തന്നെയും അതിനുശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് വരിക എന്നുള്ളത് മറ്റൊരു കാരണമായാണ് തഫ്ഖീം ചെയ്യേണ്ട കാരണത്തിൽ എണ്ണിയിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ തഫ്ഖീമിന്റെ മൂന്ന് കാരണങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, റാഇന്റെ മുമ്പ് കസ്ർ ഉണ്ടാകുമ്പോൾ തർഖീഖും ഫത്ഹും ദമ്മുമാകുമ്പോൾ തഫ്ഖീമും. റാഇന് മുമ്പ് സുക്കൂനുള്ള റാഇന് മുമ്പ് കസ്റായാൽ തർഖീഖ്,
എന്നാൽ കസ്ർ ആരിദാവുകയോ സുക്കൂനുള്ള റാവും കസ്റും മുൻഫസിലായി രണ്ട് കലിമത്തിൽ വരികയോ സുക്കൂനുള്ള റാഇന് മുമ്പ് കസ്റായി വന്നാൽ തന്നെയും ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് വരികയോ ചെയ്താൽ തഫ്ഹീമാണ് ചെയ്യേണ്ടത് എന്ന രണ്ട് കാരണങ്ങൾ, തഫ്ഹീമിന്റെ രണ്ട് കാരണങ്ങളും നാം മനസ്സിലാക്കി. അപ്പോ തഫ്ഹീമിന്റെ ഇപ്പോൾ പറഞ്ഞ ഇർജിഇ പോലെ ആരിദായ കസ്റിന്റെയും മുൻഫസിലായി വന്ന കസ്റും റാഇന്റെ സുക്കൂനും മുൻഫസിലായി വന്നതും സുക്കൂനുള്ള റാഇന്റെ മുമ്പ് കസ്ർ ആണെങ്കിലും ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് വന്നതിനുമുള്ള ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഇർജിഉ ഇലാ അബീകും ഫഖൂലു യാ അബാനാ ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഖാല റബ്ബി ഇർജിഊൻ ولو نزلنا عليك كتابا في قرطاس فلولا نفر من كل فرقة ارجع إليهم فلنأتينهم وقل رب ارحمهما كما ربياني صغيرا وإرصادا لمن حارب الله ورسوله റാഇനെ തർക്കീഖ് ചെയ്യേണ്ട മൂന്നാമത്തെ സന്ദർഭം ഖൈർ പോലെ സാക്കിനായ റാഇന് മുമ്പ് സാക്കിനായ യാ ഉണ്ടായിരിക്കുക. സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടായിരിക്കുക. ഉദാഹരണം നോക്കൂ. ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ قالوا لا ضير إنا إلى ربنا منقلبون علمنا منطق الطير إن الله بما تعملون بصير يا جبال أوبي معه
والله بما تعملون خبير. فما للظالمين من نصير. فتخطفه الطير ولأجر الآخرة خير وأن الله سميع بصير. പറഞ്ഞ കാരണം സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. ഖൈർ പോലെ, ബസീർ പോലെ. ബസീർ എന്നിടത്ത് വഖഫിന് വേണ്ടി നാം റാഇൽ സുക്കൂനാണ് നൽകുന്നത്. അതിൻ്റെ മുമ്പ് മദ്ദശ്വരമായി വന്ന യാഇനെയും സുക്കൂനുള്ള യാ ആയിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് റാഇന്റെ മുമ്പുള്ള സുക്കൂൻ ബസീർ എന്നിടത്ത് മദ്ദശ്വരമാണ്. ഖൈർ എന്നിടത്ത് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. റാഇന് വഖഫ് സിദ്ദീഖും വഖഫിൽ നാം സുക്കൂൻ നൽകുന്നു. അതിന് മുമ്പ് സുക്കൂനുള്ള യാ വരികയും ചെയ്യുന്നു. അപ്പോൾ സുക്കൂനുള്ള യാഇന് മുമ്പ് സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. തർക്കീഖിന്റെ റാഇനെ തർക്കീഖ് ചെയ്യുന്നതിന്റെ നാലാമത്തെ രൂപം സിഹ്ർ പോലെ സാക്കിനായ റാഇന് മുമ്പുള്ള സാക്കിനായ ഹർഫിന് മുമ്പ് കസ്ർ വരിക. സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂന് വരികയും അതിനു മുമ്പ് കസ്ർ വരികയും ചെയ്യുക. സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂന് വന്നാൽ മതി. അത് അക്ഷരം ഏത് എന്ന് നോക്കേണ്ടതില്ല, സുക്കൂനുണ്ടായാൽ മതി. ആ സുക്കൂന് ശേഷം മുമ്പ് കസ്ർ വരികയും ചെയ്യണം. സിഹ്ർ റാഇന് സുക്കൂൻ നൽകുന്നു. അവിടെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള അക്ഷരമുണ്ട്, സുക്കൂൻ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് കസ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനും മുമ്പ് കസ്റും വരിക. ഉദാഹരണങ്ങൾ നോക്കൂ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇവിടെ റാഇന് നമ്മൾ സുക്കൂൻ നൽകി. മുമ്പ് സുക്കൂൻ, സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനും അതിന് മുമ്പ് കസ്റും വന്നു. അതുകൊണ്ട് റാഇന് തർക്കീഖാണ് ചെയ്യേണ്ടത്. വമാ യഅതീഹിം മിൻ ദിക്ർ. ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്ർ. മാ യംലികൂന മിൻ ഖിത്മീർ. قالوا هذا سحر مبين. ഈ ഉദാഹരണത്തിൽ സിഹ്ർ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോഴാണ് ഖാലൂ ഹാദാ സിഹ്ർ എന്നിങ്ങനെ വഖഫ് ചെയ്യുമ്പോഴാണ് അവിടെ തർക്കീഖ് വരുന്നത്. കൂട്ടി ഓതുന്ന സമയത്ത് തഫ്ഹീമാണ് ഉണ്ടാവുക. വമാ ലിദ്ദാലിമീന
للظالمين من نصير. ഇവിടെ സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂൻ വന്നു. അത് മദ്ദക്ഷരമാണ് എന്ന് മാത്രം. മദ്ദക്ഷരത്തെയും ഇവിടെ നാം സുക്കൂനായാണ് പരിഗണിക്കുന്നത്. അതിന് മുമ്പ് കസ്റു വന്നു. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാ ദിക്ർ അവിടെ വഖഫ് ചെയ്യുമ്പോഴാണ്, ദിക്ർ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോഴാണ് ഈ തർക്കീഖ് എന്ന നിയമം ഉണ്ടാവുക. കൂട്ടി ഓതുന്ന സമയത്ത് റാഇന് തഫ്ഖീമാണ്, ലമ്മാണുള്ളത്. ഈ 4 രൂപങ്ങളല്ലാതെ മറ്റ് ഏത് രൂപങ്ങളിൽ റാഅ് വരുമ്പോഴും ആ റാഇനെ ഒക്കെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്. അഥവാ ഇപ്പോൾ നാം പറഞ്ഞ സിഹ്ർ പോലെ റാഇന് സുക്കൂനുണ്ടായി, അതിന് മുമ്പ് അക്ഷരത്തിലും സുക്കൂന് വന്നു. ആ സുക്കൂന് മുമ്പ് കസ്റല്ലാത്ത അക്ഷരം വന്നാൽ അവിടെ എന്താണ്? വൽ ഫജ്ർ, ലൈലത്തുൽ ഖദ്ർ, ലഫീ ഖുസ്ർ പോലെ റാഇന് സുക്കൂനുണ്ടാവുകയും സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂന് വരികയും അതിനു മുമ്പ് ഫത്ഹ ദമ്മ വരികയും ചെയ്താൽ അപ്പോൾ തഫ്ഖീമാണ് ചെയ്യുക. കസ്ർ വരുമ്പോഴാണ് തർക്കീഖ് ചെയ്യേണ്ടത്. അപ്പോൾ തഫ്ഖീമിൻ്റെയും തർക്കീഖിൻ്റെയും രൂപങ്ങൾ നാം മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ഹോംവർക്കാണ് ഇതിലുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള സൂറത്തുൽ ഖമറിലെ ആയത്തുകളും സൂറത്തുൽ മുദ്ദസ്സിറിലെ കുറേ ആയത്തുകളും നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും റാഇന്റെ തഫ്ഖീമും തർക്കീഖും വേർതിരിച്ച് എഴുതാനാണ്. തഫ്ഖീമിൻ്റെ ഒരു കോളം നൽകിയിട്ടുണ്ട്, തർക്കീഖിന് ഒരു കോളം നൽകിയിട്ടുണ്ട്. ഇത് വേർതിരിച്ച് ആ കെലിമത്തുകൾ മാത്രം, അല്ലെങ്കിൽ തഫ്ഖീമിൻ്റെ രൂപം എഴുതുമ്പോൾ അതിനാവശ്യമായ ഭാഗം എഴുതുക, തർക്കീഖിൻ്റെ രൂപങ്ങളും എഴുതുക. എവിടൊക്കെയാണ്, ഏതൊക്കെ ആയത്ത് മുഴുവൻ എഴുതാനല്ല, ആ ഭാഗം മാത്രം, ആവശ്യമായ ഭാഗം മാത്രം എഴുതുക. അതേപോലെ ഓരോ ആയത്തുകളും വഖഫ് ചെയ്തുകൊണ്ട് ഓതി റെക്കോർഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നാം ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു, റെക്കോർഡിംഗ് നമുക്ക് ഒരുപാട് ഉപകാരം നൽകും. അതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ സിഫത്തുകളോട് കൂടെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഓതി ഓതി റെക്കോർഡ് ചെയ്ത് തിരുത്തി ശീലമാക്കണം. ഇവിടെയും 2 വിഷയങ്ങളും, ഇത് മാത്രമല്ല, ഈ സൂറത്തുൽ മുദ്ദസ്സിർ അതുപോലെ സൂറത്തുൽ ഖമറിലെ ആയത്തുകൾ മാത്രമല്ല, ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എല്ലാ ഉദാഹരണങ്ങളും ഈ ആയത്ത് സൂറത്ത് 2 പ്രത്യേകമായും ഓതി റെക്കോർഡ് ചെയ്ത് അതിൻ്റെ തഫ്ഖീമും തർക്കീഖും ക്ലിയർ ആണോ എന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും അവൻ്റെ ഹബീബായ നമ്മുടെ റസൂലും നബിയും നമ്മുടെ എല്ലാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഖുർആൻ ഓതാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.